കേജ്രിവാളിന് പിന്തുണ ഏറും എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇന്നലത്തെ സുപ്രീം കോടതിയിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം, സുപ്രീം കോടതിക്ക് ഏറ്റവും ബോധ്യമായ കാര്യം, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി കേജ്രിവാളിനെ ജയിലിൽ തന്നെ ഇടാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതി എന്ത് ചോദിച്ചത്, 2022 മദ്യനയ കേസ് ഉണ്ടായ ഘട്ടത്തിൽ എന്തുകൊണ്ട് കേജ്രിവാളിനെ അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല? അങ്ങനെയല്ലെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അറസ്റ്റ് എന്ന ആലോചനയിലേക്ക് പോയില്ല? അപ്പോൾ ഈ 1.5 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായും ഈ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള നടപടിയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ വാദത്തിനാണ് ബലം വരുന്നത്. അത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു എന്നിടത്ത് നിന്ന് വേണം തുടങ്ങാൻ തോന്നുന്നു. കേജ്രിവാൾ എന്തായാലും പുറത്തേക്ക് എത്തിയപ്പോൾ കണ്ട പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആപ്പിന്റെ പ്രവർത്തകരുടെ ആഹ്ലാദം, ഇന്ത്യ മുന്നണിയിലെ നേതാക്കളുടെ പ്രതികരണം. കേജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോഴുള്ള നേതാവല്ല, പുറത്തേക്ക് വരുമ്പോൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. കേജ്രിവാൾ കൃത്യമായും അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ദേശീയ നേതാവായ വ്യക്തിയാണ് എന്ന് വേണം മനസ്സിലാക്കാം. അതുകൊണ്ടാണ് 2014 വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേശീയ നേതാവായി തന്നെ ഉയരുന്നത് ആ ഘട്ടത്തിലാണ്. ഇപ്പോഴും മോദിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടുന്ന നേതാവ് എന്ന ഒരു പ്രതിച്ഛായ കൈവന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി എന്ന നേതാവാണ് ഇന്ത്യ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി തന്നെ കരുതുന്നത്. അത് അങ്ങനെ ഒരു പദവി കൊടുത്തതല്ല, പക്ഷേ ആ രൂപത്തിലാണത് എല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലപ്പുറം മോദിയോട് നേർക്കുനേർ പോരാടിക്കൊണ്ടുള്ള വീരപ്രതിച്ഛായയോടുകൂടി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഇനി കേജ്രിവാൾ ഇപ്പോൾ ഈ അറസ്റ്റിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ല എന്നുള്ളതും വളരെ ബുദ്ധിപൂർവ്വം എടുത്ത തീരുമാനമാണ്. ഹേമന്ത് സോറൻ സമയത്ത് രാജിവെച്ചു, പക്ഷേ ജയിലിലേക്ക് പോകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായി. അങ്ങനെ മുഖ്യമന്ത്രിയായി ജയിലിൽ കടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ജയിലിൽ നിന്ന് അദ്ദേഹം ഭരിച്ചു, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു. ഭാര്യ സുനിത കേജ്രിവാൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എല്ലായിടത്തേക്കും വാർഡ് തോറും സഞ്ചരിച്ചുകൊണ്ടാണ് സുനിത കേജ്രിവാൾ പ്രചാരണം നടത്തിയത്. അതുമാത്രമല്ല, എൻ്റെ ഭർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ജയിലിലേക്ക് പോയിരിക്കുന്നു, ഇതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ജീവനോടെ തിരിച്ചെത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ പ്രസംഗങ്ങളിലൂടെ നടത്തിയത്. പിന്നീട് ഈ റാലികൾ നടന്നു, ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ പരിപാടി, ഇതിലൊക്കെ തന്നെയും സുനിത കേജ്രിവാൾ പ്രധാന പ്രചാരകയായി മുന്നിലെത്തുന്നു. പക്ഷേ അവർക്ക് അധികാരം കൈമാറുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കേജ്രിവാളിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവായി സുനിത കേജ്രിവാൾ ഉയർന്നു വരുന്നു. അതൊക്കെ തന്നെയും കൃത്യമായ ആലോചനയോടുകൂടി തന്നെ ആപ്പ് ചെയ്തതാണ്. സുനിത കേജ്രിവാളിനെ രാഷ്ട്രീയ നേതാവായിട്ടല്ല, കേജ്രിവാളിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ നടക്കുന്നത് സുപ്രധാന ഘട്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ കേജ്രിവാളിൻ്റെ അറസ്റ്റിന് മുമ്പ് മറ്റൊരു ഘട്ടമായിരുന്നു. ആ സമയത്ത് BJPക്ക് അനുകൂലമായ കാറ്റ് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന ആത്മവിശ്വാസത്തോടുകൂടിയുള്ള മോദിയുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. മൂന്നാം ഘട്ടത്തിൻ്റെ പകുതി എത്തിയപ്പോഴേക്കും അത് തീവ്ര പ്രസ്താവനകളിലേക്ക് എത്തിയിരിക്കുന്നു, മുസ്ലിം വിരോധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് പോലും മഹാരാഷ്ട്രയിലെ പ്രസംഗം ആ തരത്തിലാണ് മോദിയുടേതായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ തോതിൽ അതിന് തിരിച്ചടിക്കാൻ പോകുന്നു. ഇപ്പോൾ കേജ്രിവാൾ ഇനി അങ്ങോട്ട് പ്രചാരം നടത്താൻ പോകുന്ന ആപ്പിന് നല്ല സ്വാധീനമുള്ള ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ മാത്രമല്ല ബാക്കി എല്ലായിടത്തും പോകും. കേജ്രിവാൾ മത്സരിക്കുന്നത് 22 മണ്ഡലങ്ങളിലാണ്. അതിൽ ഇനി 18 ഇടത്താണ് നടക്കാനുള്ളത്. ഇനി അതിൽ 13 ഇടത്ത് മത്സരിക്കുന്നത് പഞ്ചാബിലാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ആപ്പും കോൺഗ്രസും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ കേജ്രിവാൾ ആ വിടവ് പരിഹരിക്കും, അതായിരിക്കും ആദ്യം ചെയ്യുക. പഞ്ചാബിൽ ശ്രദ്ധിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചാബിൽ BJPക്ക് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അവിടെ കർഷകരുടെ രോഷം, അവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അവിടെ എത്തി കേജ്രിവാൾ പ്രസംഗിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ തിരിച്ചടിക്കാൻ സാധിക്കും. ഹരിയാനയിൽ BJPക്ക് അല്ലാതെ തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അവിടെ ആപ്പെങ്കിലും, പക്ഷേ അത് ആ സാഹചര്യം മാറും. അതിലപ്പുറം ഇന്ത്യ ബ്ലോക്കിനകത്ത് തന്നെ ഒരു ഊർജ്ജം കൈവന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന വാദമുയർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രതീകമായി കേജ്രിവാളിനെ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു, 5 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 15-ന് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. മാർച്ച് 11-നാണ് CAA ചട്ടം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. ഏപ്രിൽ 21-ന് മോദിയുടെ ബൻസ്വാരയിലെ മംഗൾസൂത്ര പ്രസംഗം വരുന്നതിനോടൊക്കെ എങ്ങനെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു, അതെങ്ങനെയൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പമാണ് ഏറ്റവും ഒടുവിലത്തെയാണ് ഈ മെയ് 10-ന് കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം വന്നിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. നാളെ നോക്കൂ, അദ്ദേഹം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥന എത്രത്തോളം ഡൽഹി വാസികളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അതിനപ്പുറം ഡൽഹിയിൽ മാത്രമായിരിക്കില്ലല്ലോ അതിനപ്പുറം ഭൂരിപക്ഷ വിഭാഗത്തെ അത് സ്വാധീനിക്കും. മതേതരമായ നിലപാടെടുക്കുന്നവരെ കൂടി സ്വാധീനിക്കാനുള്ള ഒരു കാര്യം അതിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. പല കാര്യങ്ങളും കേസിൽ ഈ മദ്യനയ കേസിൽ താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്നുണ്ട്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ പറയാനിരിക്കുന്നു. അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആ തരത്തിൽ ഒറ്റക്കെട്ടായി ശക്തമായി കേജ്രിവാളിന് പിന്നിൽ അണിനിരക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ തന്നെ ആകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ അത്രയ്ക്കും നിർണായകമാണ്. ഇനിയുള്ള ഘട്ടങ്ങളും നിർണായകമാണ്. ഇപ്പോൾ തന്നെ BJPക്ക് 1, 2 ഘട്ടങ്ങളിലൊക്കെ 1, 2, 3 ഘട്ടങ്ങളിൽ എത്രത്തോളം പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ താരപരിവേഷത്തോടുകൂടി യോദ്ധാവ് പരിവേഷത്തോടുകൂടി കേജ്രിവാൾ എത്തുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. ആ പ്രതിനിധിയായിട്ട് മാത്രമല്ല ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിനിധിയായിട്ട് തന്നെ വരുന്നു. ഇതിനപ്പുറം ആപ്പ് എന്ന പാർട്ടിക്കും ഒരു ഉയർച്ചയുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ആപ്പ് എന്ന പാർട്ടിയുടെ ഒരു വളർച്ചയുടെ ഘട്ടം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ഏതായാലും സ്വയം നശിക്കുന്ന അല്ലെങ്കിൽ വിനാശകരമായ ഒരു തീരുമാനമാണ് ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അടുത്ത ആഴ്ച കേജ്രിവാളിന്റെ അടുത്തൊരു ഹർജി കൂടി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ശരിയല്ല എന്നുള്ള ഹർജി കൂടി പരിഗണിക്കാനിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കൂടി അതിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടിയാവും വരാനിരിക്കുന്നത് എന്നുള്ള കാര്യം സംശയമില്ല. ഏതായാലും പ്രതിപക്ഷത്തിനാകെ ഊർജ്ജം നൽകുന്ന കാര്യമാണ്. കേജ്രിവാളിന് പിന്തുണ ഏറുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.